ഫോൺ ക്യാമറ ശബ്ദം കൊണ്ട് നിയന്ത്രിച്ചാലോ? അതിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ മൊബൈൽ ഫോൺ സ്റ്റാൻഡിലൊക്കെ നിർത്തിയിട്ട് ഗ്രൂപ്പ് ഫോട്ടോയും സെൽഫി ഫോട്ടോയും എടുക്കുകയാണെങ്കിൽ സാധാരണ നമ്മൾ ക്യാമറയിൽ ടൈമർ ആണല്ലോ സെറ്റ് ചെയ്യാറ്. അപ്പോൾ ഒരാൾ പോയിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓടി വന്ന് നമ്മുടെ കൂടെ നിന്നിട്ടൊക്കെയാണ് ഫോട്ടോ എടുക്കാറ്. പലപ്പോഴും പലതവണ റീടേക്ക് ചെയ്താലാണ് നമുക്ക് നല്ലൊരു ഫോട്ടോ കിട്ടുക. കാരണം ആ ടൈമിനുള്ളിൽ നമ്മൾ റെഡി ആയിരിക്കണം. എന്നാൽ ശബ്ദം കൊണ്ട് നിയന്ത്രിക്കുന്ന ക്യാമറയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് നിങ്ങൾ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് കൂട്ടുകാരോട് ഒന്നിച്ച് നിൽക്കുക, അല്ലെങ്കിൽ സെൽഫി ആയിട്ട് നിന്നതിന് ശേഷം ടേക്ക് മൈ പിക്ചർ എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്ക് ഫോട്ടോ എടുത്തു തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ടേക്ക് മൈ പിക്ചർ എന്ന് പറഞ്ഞിട്ട് അല്പം സമയം വേണമെങ്കിലും അതിനും ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞതിന് ശേഷം അല്പം കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ഫോട്ടോ എടുക്കുക. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്ക് ആണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ലഭിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുക. അപ്പോൾ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് താഴെ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻസ് കിട്ടും. ആദ്യം ആപ്ലിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. Take my photo. Take my photo. Take my photo. അങ്ങനെ എടുത്ത 3 ഫോട്ടോകളാണിത്. 3 ആംഗിളിൽ ഇതിൽ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് ഏതാണ് നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് സെലക്ട് ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ ആക്സസ്, അതുപോലെ തന്നെ മൈക്രോഫോൺ ആക്സസ്, അതുപോലെ തന്നെ ഗാലറി ആക്സസ് എന്നിവ ചോദിക്കുന്നതാണ്. എല്ലാം അലോ കൊടുക്കാം. ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കാം. എന്നിട്ട് ഇങ്ങ് താഴെ അഗ്രി എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. ശേഷം ഇങ്ങനെയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നതായി കാണാം. അവിടെ ഗെറ്റ് ഇറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ ഈ ക്യാമറ നിങ്ങളുടെ ഫോണിൽ സെറ്റ് ആവുന്നതാണ്. ഇനി നിങ്ങൾക്ക് മുകളിൽ വലതു ഭാഗത്ത് കാണുന്ന സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇടതുഭാഗത്ത് ഇങ്ങനെ നിരവധി ഓപ്ഷൻസ് കാണാം. അതിൽ പ്രധാനപ്പെട്ടത് ടൈമർ സെറ്റ് ചെയ്യാനുള്ളതാണ്. അതായത് ടേക്ക് മൈ പിക്ചർ എന്ന കമൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര സെക്കൻഡിനുള്ളിൽ നമ്മുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്യണം എന്നുള്ള ഓപ്ഷനാണ്. അത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം. യൂട്യൂബിലെ തംബ്നെയിൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. കാരണം മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്ക് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റുമല്ലോ. ജസ്റ്റ് ടേക്ക് മൈ പിക്ചർ എന്ന് പറഞ്ഞാൽ തന്നെ ഇതൊരു ഫോട്ടോ എടുത്ത് തരുന്നുണ്ടല്ലോ. അതുപോലെ നമുക്ക് എത്ര തവണ ടേക്ക് മൈ പിക്ചർ എന്ന് പറയുന്നു അത്രയും തവണ ഇത് ഫോട്ടോ എടുത്ത് തരും. ഓരോ പ്രാവശ്യവും നിങ്ങൾ പോയിട്ട് സെറ്റ് ചെയ്യണമെന്നില്ല. ഒരു പ്രാവശ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടേക്ക് മൈ പിക്ചർ എന്ന് പറയുന്ന ഓരോ സമയത്തും ഇത് ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കും. ടേക്ക് മൈ പിക്ചർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെ സെൻസറി എന്ന് വരും. ഇനിയും ടേക്ക് മൈ പിക്ചർ എന്ന് പറയുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ സെൻസറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കും. അങ്ങനെ ഒരു തവണ ക്യാമറ ഓൺ ആക്കിയിട്ട് സ്റ്റാൻഡിൽ വെച്ചിട്ട് ടേക്ക് മൈ പിക്ചർ എന്ന് പറയുന്ന ഓരോ ഘട്ടത്തിലും ഇത് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ ടേക്ക് മൈ പിക്ചർ പറഞ്ഞപ്പോൾ എൻ്റെ ക്യാമറ സെൻസർ ചെയ്താണ്ട ഇതുപോലെ നിങ്ങൾക്ക് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ്. അതായത് നമുക്ക് നല്ലൊരു ഫോട്ടോ നഷ്ടപ്പെടില്ല. ഒരു പ്രാവശ്യം ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ടേക്ക് മൈ പിക്ചർ എന്ന് പറഞ്ഞിട്ട് നല്ല ചിത്രം കിട്ടിയെന്ന് ഉറപ്പുള്ള സമയത്ത് നിർത്തിയാൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.